ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ കാർബറേറ്റർ ആണ് കേട്ടോ. കാർബറേറ്ററിൽ തന്നെ ജെറ്റുകളൊക്കെ ബ്ലോക്ക് ആയിരിക്കും. അത് ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാം, ഈ ഭാഗമൊക്കെ ജെറ്റൊക്കെ ബ്ലോക്കായി പൊടി പോലെ വന്ന് ബ്ലോക്കായി. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിലുള്ള എത്തനോളിൻ്റെ കണ്ടൻറ്റാണ് അത് കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറുതായിട്ടൊരു ദ്രവിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഈ സ്ലോ ജെറ്റ് മാറ്റിയിടാം. സാധാരണ ഇങ്ങനെ വണ്ടുമ്പോൾ കേസിൽ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റൊക്കെ സാധാരണ വരാറുണ്ട്. പെട്രോളൊക്കെ താഴേക്ക് പോകുന്ന രീതിയിലൊക്കെ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മുടെ വണ്ടിക്ക് പ്രശ്നമില്ല. പക്ഷേ എന്നെഴുതിയിട്ട് വന്നുകൂടായി. ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അങ്ങനെ അടിഞ്ഞുകൂടി കിടക്കണം കാണാം നമുക്ക് അതിനകത്ത്. ഇപ്പോൾ ഇതെന്താ പ്രോബ്ലം വെച്ചാൽ നമുക്ക് ഫുൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് എന്തെങ്കിലും കാണിച്ചാൽ പിന്നെ നമുക്ക് കാർബറേറ്റർ മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. പരമാവധി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പരമാവധിയും കാർബറേറ്റർ ക്ലീൻ ചെയ്ത് ആ സ്ലോ ജെറ്റും മാറ്റി നമുക്ക് റീസെറ്റാക്കി എടുക്കാം. പിന്നെ ഈ ചോക്കിൻ്റെ കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട്. ചോക്ക് സ്റ്റക്കായി പോയേക്കണം. അപ്പോൾ ആ ചോക്ക് കേബിൾ നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ. കാരണം വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കുമ്പോൾ ചോക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം. പിന്നെ ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലേക്ക് ഇപ്പോൾ പെട്രോൾ സപ്ലൈ ചെയ്യണ ഈ പൈപ്പിൻ്റെ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പൈപ്പ് ഒന്ന് മാറ്റിയിട്ടേക്കാം. കാരണം പൈപ്പിൻ്റെ ക്വാളിറ്റിയും ചെറുതായിട്ടൊരു ശരിക്കും ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ഏകദേശം ഒരു 50 രൂപ 60 രൂപ അടുത്ത് കണ്ട് നമുക്ക് റേറ്റ് തന്നെ കേട്ടോ. 55 56 അങ്ങനെയാണ് റേറ്റ് തന്നെ. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റിയിടാം. പിന്നെ നമ്മളൊന്ന് എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ചായിരുന്നു. ആ സെക്ഷൻ നമ്മളൊന്ന് എയർ ഫിൽറ്റർ പ്ലഗിൻ്റെ ഭാഗം അഴിച്ചായിരുന്നു. എയർ ഫിൽറ്റർ നമുക്ക് കുഴപ്പമില്ല, ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി ഇടാം. കമ്പനി ആയിട്ടൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് എയർ ഫിൽറ്റർ കിടക്കണം. പക്ഷേ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് ഈ സ്പാർക്ക് പ്ലഗ് ഒന്ന് മാറ്റിയിട്ടാക്കാം കേട്ടോ. പ്ലഗ് ഈ പറഞ്ഞ രീതികൾ ചെറിയ കളർ ഷെയ്ഡ് വേരിയേഷനായിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഫയറിൻ്റെ കളറിൽ ചെറിയ വേരിയേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഷോട്ടിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്ലഗ് നമ്മൾ മാറ്റിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലഗ് മാറ്റിയിടണം. കാർബറേറ്റർ ക്ലീനർ വരണം. ആ കാർബറേറ്ററിൻ്റെ ഒരു സ്പ്രേ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം കരി അടഞ്ഞേക്കതുണ്ട. അതൊക്കെ ഒന്ന് ക്ലീനർ ഉപയോഗിച്ചാൽ അതിൻ്റെ മൊത്തം ഇളകി പോരുള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യണം. സ്ലോ ജെറ്റ് മാറ്റിയിടണം. ചോക്കിൻ്റെ കേബിൾ, പെട്രോളിൻ്റെ പൈപ്പ് കേട്ടോ. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ബാറ്ററി എനിക്ക് തോന്നുന്നു സെൽഫ് അടിച്ചടിച്ച് ചാർജ് ഇറങ്ങിയതായിരിക്കാം. ഞാൻ അഴിച്ചൊന്ന് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. നമുക്ക് വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല, ജനറൽ സർവീസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ എസ്റ്റിമേറ്റാണ് വാട്സാപ്പിൽ ഇടണേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോയും വാട്സാപ്പിനകത്തേക്ക് തന്നേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോ. നമുക്ക് ഏകദേശം ഒരു 5:30 6 മണിയാകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാം. ഓക്കെ.